ടൈപ്പ് കൺവേർഷനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഡേറ്റ ടൈപ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡേറ്റ ടൈപ്പുകൾ എങ്ങനെ, അതായത് ഇൻറ്റീജർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പിനെ സ്ട്രിങ്ങിലേക്കും സ്ട്രിങ് ആയിട്ടുള്ളതിനെ എങ്ങനെ ഇൻറ്റീജർ ആയിട്ടും ഫ്ലോട്ട് ആയിട്ടും അങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഡേറ്റ കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് അങ്ങനെയുള്ള നെയിമുകൾ നമുക്ക് പറയാം. സോ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ആ ഡേറ്റ ടൈപ്പുകൾ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനകത്ത് വരുന്നത്. സോ നമുക്ക് ആ ഒരു ട്യൂട്ടോറിയൽ സെക്ഷനിലേക്ക് പോകാം. ഓൾറെഡി നമ്മൾ ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡേറ്റ ടൈപ്പ്, ഏതൊക്കെ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ, അതായത് ഇൻറ്റീജർ, ബൂളിയൻ, ഫ്ലോട്ട്, സ്ട്രിങ് അങ്ങനെയുള്ള ഡേറ്റ ടൈപ്പുകളുണ്ട്. സോ ആ ഒരു ഡേറ്റ ടൈപ്പുകളെ എങ്ങനെ നമുക്ക് മറ്റേലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ യൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ഫംഗ്ഷൻ നെയിം തന്നെയാണ്. ഇപ്പോൾ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇൻറ്റീജർ ആയിട്ടുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം, സ്ട്രിങ്ങിലേക്കാണെങ്കിൽ സ്ട്രിങ്ങിനെ കോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു വേരിയബിളിനകത്തേക്ക് ആ ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിനെ ഈ ഒരു ഫംഗ്ഷൻ നെയിമിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ എ ഈക്വൽ ടു 1 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എ എന്ന് പറയുന്നതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ STR എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്, അല്ല ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സ്ട്രിങ്ങിലേക്കായിരിക്കും കൺവേർട്ട് ചെയ്തിട്ടുള്ളത് വരുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 1 എന്നുള്ളത് സ്ട്രിങ് ആയിട്ട് മാറും. അപ്പോൾ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് ഇതിനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ FLOAT ഫ്ലോട്ട് FLOATലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ ആ ഒരു വേരിയബിൾ നെയിം ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇൻറ്റീജറിലേക്കാണെങ്കിൽ INT, ദെൻ ബ്രാക്കറ്റിനകത്ത് ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. ആ ഒരു വേരിയബിൾ നെയിം എന്താണോ ആ വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് പോയി നോക്കാം എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പുതിയൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ടൈപ്പ് കാസ്റ്റിംഗ് ഞാൻ നെയിം കൊടുക്കുകയാണ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന നെയിം കൊടുക്കും. സോ നമുക്ക് ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു വാല്യൂവിനെ കോൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തു. ദെൻ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എൻ്റർ വാല്യൂ ഓഫ് എ ഈക്വൽ ടു ഏതാണെന്നുള്ളത് ഞാനിതിനെ കോപ്പി ചെയ്യണം. ഓക്കെ, ഇനി ഇത് ഏത് ടൈപ്പാണെന്ന് നോക്കണത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് ടൈപ്പാണ് നോക്കണമെങ്കിൽ ടൈപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. പ്രിൻറ്റിനകത്ത് ടൈപ്പ് എ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏത് ടൈപ്പാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എയുടെ വാല്യൂ ഞാനിവിടെ 3 ഞാൻ ഇൻറ്റീജർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് കൊടുത്തത്. 3 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുത്തത്. ബിക്ക് ഞാൻ ഇൻറ്റീജർ ആയിട്ടുള്ളൊരു വാല്യൂ കൊടുത്തു. പക്ഷേ അതിൻ്റെ ക്ലാസ് വന്നിരിക്കുന്നത് സ്ട്രിങ് ആയിട്ടാണ്. സ്ട്രിങ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഞാനിതിനെ അൺകമൻറ്റ് ചെയ്യുകയാണ്. നമുക്കിതിനെ ആഡ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് A+B കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിൾസിനെ ആഡ് ചെയ്യാനുള്ളതാണ് കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് ഡൗട്ട് ഉണ്ടെങ്കിൽ C എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ എടുക്കുക. അതിന് A+B എന്ന് കൊടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. എന്നിട്ട് ഇവിടെ C എന്ന് പറയുന്ന വേരിയബിൾ ലോഡ് ചെയ്താലും മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും നോക്കാം. നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം. A+B ഈക്വൽ ടു ഇവിടെ പ്ലസിന് വരുമ്പോൾ ഒന്നെങ്കിൽ കോമ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. കോമയായാലും മതി, അല്ലെങ്കിൽ പ്ലസ് ഇട്ട് കൊടുത്താലും മതി. ദെൻ ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ ഞാനൊരു ഇൻറ്റീജർ ആയിട്ടുള്ള 4 കൊടുത്തു, ബിയുടെ വാല്യൂ 1 കൊടുത്തു. പക്ഷേ ഔട്ട്പുട്ട് A+B എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് 41 വന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് 41. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ ഉള്ള വാല്യൂ അല്ല വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4ഉം 1ഉം സ്ട്രിങ് വാല്യൂസ് ആണ്. അതായത് എയും ബിയും സ്ട്രിങ് ആണ്. ആ സ്ട്രിങ് വാല്യൂസിനെ ആഡ് ചെയ്ത് എഴുതിയേക്കുവാണ്. അതായത് 4ഉം 1ഉം സ്ട്രിങ് ആണ്. സ്ട്രിങ്ങുകളെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 4, 1 എന്നുള്ള രീതിയിൽ സ്ട്രിങ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിനെ ഇൻറ്റീജർ ആയിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇൻറ്റീജർ ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പോൾ ഇവിടെ INT എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഫംഗ്ഷൻ കോൾ ചെയ്യുക. എന്നിട്ട് അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ A കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻറ്റീജർ ആയിട്ട് മാറും. ദെൻ ഇവിടെ നമുക്ക് ഇൻറ്റീജർ ആയിട്ട് കൊടുക്കാം. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുക. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എയുടെ വാല്യൂ ഞാൻ 4 കൊടുത്തു, 1 കൊടുത്തു. ബിയുടെ വാല്യൂ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ A+B 5. അപ്പോൾ 4ഉം അതിന് ഇൻറ്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ കൺവേർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് നോക്കണം. അപ്പോൾ ഇത് ഏത് ടൈപ്പാണ് നോക്കണമെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഫംഗ്ഷൻ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ടൈപ്പ് ഇവിടെ C കൊടുക്കാം. ഇവിടെ C നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ Aക്ക് 1 കൊടുത്തു, Bക്ക് 4 കൊടുത്തു. ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ ഇൻറ്റീജർ. അപ്പോൾ C എന്ന് പറയുന്നത് ഇൻറ്റീജർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് വന്നത്. അപ്പോൾ ഇത് 2 ഇൻറ്റീജറാണ്, ഇൻറ്റീജറിനെ കൺവേർട്ട് ചെയ്ത് വന്നു. അപ്പോൾ A+B 5 കിട്ടി. നമുക്ക് ഇതിനെ ഫ്ലോട്ടിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് നോക്കാം. ബിയുടെ വാല്യൂ ഞാനിവിടെ ഫ്ലോട്ട് ആക്കുവാണ്.
എയുടെ വാല്യൂ ഇൻറ്റീജറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തു. ഫ്ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും നോക്കാം. ഞാൻ എയുടെ വാല്യൂ 2 കൊടുത്തു, ബിയുടെ വാല്യൂ 5 കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ 7.0 ആണ് വന്നിരിക്കുന്നത്. എ പ്ലസ് ബി ഈക്വൽ ടു നമ്മൾ 0.0 കൊടുത്തിട്ടില്ല, പക്ഷേ ഫ്ലോട്ട് ആയതുകൊണ്ട് തന്നെ 0.0 എന്നുള്ള വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് ഡേറ്റ ടൈപ്പ് വന്നിരിക്കുന്ന ഫ്ലോട്ടാണ്. ഇവിടെ ഒരു ഫ്ലോട്ട് വാല്യൂ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആയിട്ടല്ല വന്നിരിക്കുന്നത്, ഫ്ലോട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി എയുടെ വാല്യൂ ഞാൻ ഇതിനെ അൺകമൻറ്റ് ചെയ്യുവാണ്. എയുടെ വാല്യൂ ഞാനിവിടെ 3 എന്ന് പറഞ്ഞു കൊടുത്തു. ബിയുടെ വാല്യൂ ഞാനിവിടെ 5 എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇതിനെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഈ INTക്ക് വരും സ്ട്രിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക, ഫ്ലോട്ടിൻ്റെ അവിടെ സ്ട്രിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഏത് ഡേറ്റ ടൈപ്പാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എയ്ക്കും ബിക്കും ഇൻറ്റീജറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഞാനിവിടെ 3ഉം 5നെയും ആഡ് ചെയ്ത് ഒരുമിച്ച് എഴുതി വെച്ചേക്കാണ് 3, 5 എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിംഗ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡേറ്റ ടൈപ്പുകൾ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അതതിൻ്റെ പറ്റിയ സെക്ഷനാണ്. പക്ഷേ നമുക്ക് 2 സ്ട്രിങ്ങുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ബിക്ക് ഞാനൊരു സ്ട്രിങ് കൊടുക്കാം. കൂട്ടിൻ്റെ ഉള്ളിൽ ABC എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. ബി എന്ന് പറയുന്നത് സ്ട്രിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ സ്ട്രിംഗ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പണി ചെയ്യാം, ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനാണ് കമാൻഡ് ചെയ്തു താഴത്തേക്ക്. അപ്പോൾ ഇങ്ങനെ കൊടുത്തേണ്ട ഡേറ്റ ടൈപ്പ് ആയിരിക്കും ടൈപ്പറായിരിക്കും വന്നിരിക്കുന്നത്. അതായത് ഇൻറ്റീജറും സ്ട്രിംഗ് ആയിട്ടായിരിക്കും ആഡ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബീനെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ടെക്സ്റ്റ് വാല്യൂ ആണ്. ടെക്സ്റ്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. കാരണം ABC എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് വാല്യൂ ആണ്. അതിന് നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ബി കൊടുത്തിരിക്കുന്നത് സ്ട്രിംഗ് ആയിട്ടാണ്, പക്ഷേ അത് ടെക്സ്റ്റ് വാല്യൂ ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് വാല്യൂവിന് പകരം ഞാനിവിടെ 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ടൈപ്പ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ആണോ. അപ്പോൾ അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ABC എന്ന് പറയുന്ന ടെക്സ്റ്റ് വാല്യൂ ആണ് കൊടുത്തതെങ്കിൽ നമുക്കതിനെ ഇൻറ്റീജറായിട്ടോ ഫ്ലോട്ടായിട്ടോ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ടെക്സ്റ്റ് വാല്യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്പർ വാല്യൂസ് ആണെങ്കിൽ ആ വാല്യൂസിനെ നമുക്ക് ഇൻറ്റീജറിലേക്കോ ഫ്ലോട്ടിലേക്കോ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഈ രീതിയിലാണ് നമ്മൾ ഡേറ്റ ടൈപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിനെ ടൈപ്പ് കാസ്റ്റിംഗ് വരുന്നത്, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിനെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ഈ സെക്ഷൻ മനസ്സിലായിട്ടെന്ന് വരുന്നു. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്ത ട്യൂട്ടോറിയലായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.